അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇവിടുത്തെ അധികാരികളും പോലീസും ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉടൻ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് നീങ്ങും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. വിദ്യാർത്ഥി സംഘടനകളെല്ലാം പ്രതിഷേധം ഏറ്റെടുക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെരിന്തൽമണ്ണ MSF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. MSF മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. അധ്യാപകരും അധികാരികളും ചെയ്തികൾ കൊണ്ട് പൊളിഞ്ഞു പോയ കുരുന്നു ജീവൻ മറുപടി നിങ്ങൾ തന്നേ തീരൂ. അധ്യാപകരെ ഓർത്തോളൂ, അധ്യാപകരെ ഓർത്തോളൂ. ഒരു പോരാട്ടം നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. തേജസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരത്തിന് നേതൃത്വം നൽകുന്ന മുനിസിപ്പൽ ഭാരവാഹികൾ ചാലട്ടന്റെ പ്രേക്ഷകരോടൊപ്പം കൂടെയുണ്ട്. എന്തായാലും വലിയ ഒരു സമര പോരാട്ടത്തിന് നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നാട് ഒന്നാകെ വലിയ പ്രതിഷേധമാണ്. അവസാന ഘട്ടം വരെ ഈ കുടുംബത്തിന് നീതി ലഭിക്കും വരെ നിങ്ങളുടെ പോരാട്ടം തുടരുമോ? ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ചെന്നും MSFന്റെ നേതൃത്വം സംസാരിച്ചിട്ടുണ്ട്. നിലവില് സ്കൂളിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള മറുപടികളും നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇതിനുമായി ബന്ധപ്പെട്ട മറുപടികൾ അധികാരികൾക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രതിഷേധങ്ങളുമായിട്ട് MSF സ്കൂളിന്റെ അകത്തേക്ക് വരും. ഇപ്പത്തെ ഇതൊരു പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതിലും വലിയ പ്രതിഷേധങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് വരും ദിവസങ്ങളിൽ കാണണ്ട എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അധികാരികൾ പൂർണ്ണമായിട്ടും ഇതിലൊരു പരിഹാരം കണ്ടെത്തി തരണം. ഈ വിദ്യാർത്ഥിയുടെ മരണം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഈ മാതാപിതാക്കൾ പറയുന്നത് പോലെ അതേ രൂപത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാരം ഇവിടുത്തെ അധികാരികൾ കാണണം എന്നുള്ളത് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാണ് MSFന് വേണ്ടിട്ട്. ഇതാവൂല, ഇതിന്റെ അവസാനം ഇങ്ങനെയൊന്നും തീരൂല. എല്ലാ വിധത്തിലുള്ള ജില്ലാ നേതൃത്വങ്ങളൊക്കെ ഇതിനു വേണ്ടി ഇടപെടാൻ പോവുകയാണ്. ഈ സമരങ്ങൾ ഇതിലും വലിയ രീതിയിലുള്ള സമരമുറകൾ ഇവിടുത്തെ പ്രസന്റേഷൻ സ്കൂളിന്റെ അധികാരികൾ കാണേണ്ടി വരുന്നുള്ളത് MSF ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പഠന മികവൊക്കെയുള്ള ഒരു കുട്ടിയായിരുന്നു ഈ ആത്മഹത്യ ചെയ്യപ്പെട്ട കുട്ടിയുള്ളത്. അതിന്റെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അധ്യാപകരുടെ ഭാഗത്തുനിന്നും സ്കൂൾ മാനേജറിന്റെ ഭാഗത്തുനിന്നുമില്ല വലിയ വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട്. ആ ഒരു കുട്ടിയുടെ മരണം കഴിഞ്ഞതിന് ശേഷം പോലും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നില്ല ഒരു മെസ്സേജോ കാര്യങ്ങളോ മറ്റൊന്നും പോയിട്ടില്ല. ഇതിലൊക്കെ വലിയ ദുരൂഹതം ആ കുടുംബത്തിനുണ്ട്. ആ കുടുംബത്തിന്റെ ദുരൂഹതയെ പുറത്ത് മാത്രമാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും കെട്ടിച്ചമച്ച വാർത്തകളല്ല. ഒരു അച്ഛനും ഒരു അമ്മക്കും വന്ന വേദനയുടെ ഭാഗമായിട്ടാണ് MSF ഇവിടെ നിലകൊണ്ടിട്ടുള്ളത്. ഈ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് ഈ വിദ്യാർത്ഥിക്കും വേണ്ടിയിട്ടുള്ള ഒരു കുരുന്ന ജീവന് വേണ്ടിയിട്ടുള്ള സമര പ്രതിഷേധമാണ് ഇപ്പൊ നിലവിൽ നടന്നത്. ഇത് വെറും ഒരു പ്രതിഷേധം മാത്രമായിട്ടാണ് നടന്നിട്ടുള്ളത്. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങൾ ഇതിനൊന്നും പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിന്റെ അകത്തളത്തിൽ കയറിയിട്ട് തന്നെ MSFന്റെ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുള്ളത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. MSFന്റെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇവിടുത്തെ അധികാരികളും പോലീസും ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉടൻ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് നീങ്ങും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ പരാതികളും അതുപോലെ പുതിയ സർക്കാർ വരാൻ പോവാണ്. ഉന്നതപ്പെട്ട അധികാരികൾക്കും ആഭ്യന്തര വകുപ്പിനൊക്കെ ഉടൻ പരാതികളുമായിട്ട് MSF മുന്നിൽ തന്നെ ഉണ്ടാകും. ആ മാതാപിതാക്കൾക്കും ആ കുട്ടിക്കും ഓരോ വിദ്യാർത്ഥികൾക്കും പ്രസന്റേഷൻ സ്കൂൾ ഉൾപ്പെടെ പെരിന്തൽമണ്ണയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് MSF എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന കാലത്തും MSF ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ച് പറയാണ്.
ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടി ഉണ്ടായിട്ടില്ലാന്നുണ്ടെങ്കിൽ സ്കൂളിന്റെ അകത്തളത്തിൽ തന്നെ ആയിരിക്കും സമരം എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ വേളയിൽ വെച്ചുകൊണ്ടത്. പ്രസന്റേഷൻ സ്കൂൾ ഉണ്ടായത് ഒരു തേജസ് എന്ന വിദ്യാർത്ഥി, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പെരിന്തൽമണ്ണയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവം. കാരണം ഒരു 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാല് അവനിക്ക് വിദ്യാഭ്യാസം നൽകേണ്ട അല്ലെങ്കിൽ അധ്യാപകർ ഒരു മാതാപിതാക്കളെ പോലെ കാണേണ്ട സ്ഥിതിയിൽ നിന്നാണ് ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലേക്ക് ഈ സ്കൂളിന്റെ അധികൃതർ കൊണ്ടുപോയി എത്തിച്ചത്. തീർച്ചയായും ഈ സ്കൂൾ അധികൃതർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം. അവർക്ക് നടപടി എടുക്കാത്ത പക്ഷം MSF കൃത്യമായ സമര നടപടികൾ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതുവൊരു സൂചന മാത്രം, ആദ്യം പറഞ്ഞ ഇതുവൊരു സൂചന മാത്രമാണ്. സ്കൂളിന്റെ അകത്തേക്ക് കയറിയുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് ഇനി ഈ സ്കൂൾ അധികൃതർ കാണേണ്ടി വരുമെന്നതാണ് MSF സൂചിപ്പിക്കാനുള്ളത്. ഇതേ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥി ഷെസിൻ ചാനൽ പ്രേക്ഷകരോടൊപ്പം കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിൽ സ്കൂളിനെതിരെ നിരവധിയായ വിമർശനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എങ്ങനെയാണ് നിങ്ങൾ സ്കൂളിനെ വിലയിരുത്തുന്നത്? സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോ എനിക്കൊരു പുതുമ തോന്നിയില്ല. കാരണം ഞങ്ങളും അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളാണ്. ദിവസങ്ങളോളം പിന്നെ ഇവനെ അവിടെ നിർത്തിയിട്ടുണ്ട്, വീട്ടിൽ വിളിക്കാതെ വൈകുന്നേരം വരെ നിർത്തിയിട്ടുണ്ട്. കാരണം ചോദിച്ചാൽ അവൾ പറഞ്ഞു തരില്ല. ഇങ്ങോട്ട് വന്ന് മർദ്ദിച്ചിട്ട് ഞങ്ങൾ സ്വരക്ഷക്ക് തിരിച്ചു മർദ്ദിച്ചതിന് 3 മാസം SSLC പരീക്ഷ എഴുതേണ്ട സമയത്ത് ഒക്ടോബർ, നവംബർ, ഡിസംബറിന്റെ സമയത്ത് ഞങ്ങളെ സസ്പെൻഡ് ചെയ്യുക, ഞങ്ങളുടെ സുഹൃത്തിനെ സസ്പെൻഡ് ചെയ്യുകയും അവന് സ്പെഷ്യൽ ക്ലാസ് എടുക്കാതെ ഓരോരോ അവറിനും വേറെ ട്യൂഷൻ ക്ലാസ് പോയിട്ടാണ് അവൻ ജയിച്ചത്. ഇവർ 100% വിജയം എന്ന് പറയും. പക്ഷെ കുട്ടികളെ പഠിക്കാനുള്ള യന്ത്രങ്ങൾ മാറ്റിയാക്കാനും ഇവർ മാതാപിതാക്കന്മാരുടെ മുന്നിൽ കുട്ടികളെ നാടോ മാനോ നഷ്ടപ്പെടുത്തി അപമാനിച്ച് കുട്ടികളെ മരണത്തിലേക്ക് തള്ളിയിടുന്ന ഒരു വിദ്യാലയമാണ് പ്രസന്റേഷൻ. അത് ഞാൻ സാക്ഷി. ഞങ്ങള് സ്പോർട്സിനെ ഞങ്ങള് പുറത്ത് നിർത്തി, വീട്ടിൽ കുളിക്കാൻ അയച്ചില്ല. ഞങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പുറത്ത് നിർത്തിയത്. ഞങ്ങളെ ഇരിക്കാൻ അയച്ചില്ല. ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ കുളിക്കട്ടെ പറഞ്ഞു. വീട്ടിൽ കുളിക്കാൻ അയച്ചില്ല. ഞങ്ങളെ ഒന്നിനും അയച്ചില്ല. സ്പോർട്സിന് പങ്കെടുക്കാൻ കൂടി ഞങ്ങൾ അയച്ചില്ല. ഞങ്ങളവിടെ 10 ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ടുള്ളൂ കഴിഞ്ഞ കൊല്ലം. നിങ്ങൾ തിരിച്ചു തന്നിടുമോ? 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 പ്രതിഷേധം MSFിൻ പ്രതിഷേധം MSFിൻ പ്രതിഷേധം MSFിൻ പ്രതിഷേധം MSFിൻ പ്രതിഷേധം MSFിൻ പ്രതിഷേധം 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 MSFിൻ പ്രതിഷേധം MSFിൻ പ്രതിഷേധം MSFിൻ പ്രതിഷേധം MSFിൻ പ്രതിഷേധം തേജസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ അവസാനം വരെ കൂടെ ഉണ്ടാകുമെന്നും കൂടിയാണ് MSF ഭാരവാഹികൾ പറഞ്ഞു വെക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.